ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റത് തന്നെ ഒടുക്കത്തെ തൊണ്ടവേദനയും മൂക്കൊലിപ്പും ചെവി ചൊറിച്ചിലൊക്കെ ആയിട്ടാണ്. എനിക്ക് അലർജീൻ്റെ പ്രോബ്ലം ഉണ്ട്. ഈ അലർജി എന്ന് വെച്ചാൽ തന്നെ മനുഷ്യനെ അങ്ങ് കൊല്ലാക്കൊല ചെയ്യുന്നൊരു സംഭവമാണിത്. ഇതുള്ളവർക്കറിയാം. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന്, തൊണ്ടവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടുമെന്ന് വെച്ച്. അപ്പോൾ ചായ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ്. അങ്ങനെ ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റും ചായയും കൂടെ കൂട്ടി കഴിക്കണം. അപ്പോഴത്തേക്ക് തന്നെ ഓൾറെഡി തിങ്കളൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ചായ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ സിട്രസിൻ്റെ ഗുളിക കഴിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം പിടിച്ച് കെട്ടിയാണൊക്കെ നിൽക്കും. ഓൾറെഡി ഞാൻ എൻ്റെ മൂക്കിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഇപ്പോൾ അത് പറ്റുന്നില്ല. സിട്രസിൻ്റെ ഗുളിക കഴിച്ചാൽ അത് പെട്ടെന്ന് തന്നെ നിൽക്കും. അങ്ങനെ സിട്രസിൻ്റെ ഗുളിക കഴിച്ചിട്ട് ഞാനൊരു വിചാരിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ തിങ്കളും ചേട്ടനും വണ്ടി എഴുതാമെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. ഞാൻ പിന്നെ ഏകദേശം ഒരു 8 മണി വരെയൊക്കെ അങ്ങ് മൂടി പൊതിച്ച് കിടന്നുറങ്ങി. കാര്യം ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഓക്കെ ആയിക്കോളും. പിന്നെ നമുക്ക് തുമ്മലുണ്ടായിരുന്നോ ജലദോഷം ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്കറിയാമില്ല, പക്ഷേ ചെറിയൊരു കിറുക്കം കാണും. രാവിലെ എണീറ്റ് പിന്നെ പല്ലൊക്കെ തേച്ചാൽ പൊരുത്തിക്ക് 2 ദിവസം കൊണ്ട് പായസം വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പായസത്തിൻ്റെ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയി. അപ്പോഴത്തേക്ക് ചേട്ടൻ വണ്ടിയൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നടന്നാണ് പോണത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ വീടിൻ്റെ അടുത്താണ് കടയെന്ന്. പായസത്തിൻ്റെ കിറ്റൊക്കെ മേടിച്ചു. ഞാൻ മിക്സാണ് മേടിക്കുന്നത് കേട്ടോ. മിക്സാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. രാവിലെ പുട്ടും കടലക്കറിയായിരുന്നു. കാപ്പി കുടിച്ച ഉടനെ തന്നെ ഞാൻ പായസം വയ്ക്കാൻ കടന്നു. കാര്യം എന്തെന്ന് വെച്ചാൽ ഇവൾക്ക് രാവിലെ തന്നെ വെക്കണമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വെക്കണമെന്ന് പറഞ്ഞാണ് പായസം. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കണമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇവൾക്ക് ബ്രഹ്മസലിയാണ് ഇഷ്ടം. ബ്രഹ്മസലി എന്നല്ലേ എൻ്റെ പേര്. ഇവൾ വെള്ള പായസം എന്ന് പറയും, ഞാൻ ബ്രഹ്മസലി എന്ന് പറയും. എൻ്റെ ഫേവറേറ്റ് പായസമാണ് ഇത്. ഇത്ര കിട്ടിയാലും ഞാൻ കുടിക്കും. മറ്റേ ഇവളെ പേരിൽ ഞാനും കൂടെ കുടിക്കും. മറ്റേ വാഴ നനയുമ്പോൾ ചീര നനയുന്നൊക്കെ പറയണ കണക്ക്. ഇത് മിക്സഡായിട്ട് ഉണ്ടാക്കാനാണല്ലോ ഏറ്റവും എളുപ്പം. പായസം ഇന്നലെ ഉണ്ടാക്കാൻ പറഞ്ഞതാണ്, പക്ഷെ ഞാൻ ഇന്നലെ വീട്ടിൽ പോയതുകൊണ്ട് പിന്നെ അത് ഇന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവൾ പറയുന്നു രാവിലെ തന്നെ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ കാപ്പി കുടിച്ച് കഴിഞ്ഞ ഉടനെ അതുകൊണ്ടാണ് പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിറങ്ങിയത്. ഇതിൽ ഓൾറെഡി എല്ലാ സാധനം ഉണ്ടെങ്കിലും ഒരു 2 ഏലക്ക ഞാൻ ഇട്ട് കൊടുക്കും. പൊതുവേ എനിക്കിതിൻ്റെ അകത്ത് പായസത്തിൽ കിടക്കുന്ന ഏലക്ക എല്ലാവർക്കും ഒരു കണ്ണുകടിയാണ്. എന്നാലും പിന്നെ ഒരു മണമൊക്കെ വേണമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ഏലക്ക ഇട്ട് കൊടുത്തു. പിന്നെ പായസം സെറ്റായിട്ടുണ്ട് കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഓൾറെഡി ഇതിലുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ചും കൂടെയൊക്കെ വറുത്ത് ഇതിലിട്ട് കൊടുക്കുമല്ലോ. പൊതുവേ വെർമസലി പായസം ആർക്കും ഇഷ്ടമല്ല. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഇഷ്ടം അടപ്പായസമാണ്. പക്ഷേ എനിക്ക് ഈ പായസമാണ് ഇഷ്ടം. ഓണത്തിനൊക്കെ എനിക്ക് മെനക്കെട്ട് ഈ പായസം കുടിക്കുകയാണ് എൻ്റെ മെയിൻ ജോലി. മുമ്പ് ഞാൻ മാത്രം ഉണ്ടായതുള്ളൂ. ഇപ്പോൾ എനിക്ക് എതിരാളിയായിട്ട് തിങ്കൾ കൂടി ഉണ്ട് ഈ പായസം കുടിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഇതൊക്കെ വറുത്ത് ചേർത്തിട്ടുണ്ട്. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ചൂടോടെ തന്നെ ഞാനും തിങ്കളും കൂടെ ആദ്യം ഞാൻ നല്ല ഉൾക്കാടിച്ചു. പിന്നെ ഞാനും തിങ്കളും കൂടെ അങ്ങ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷം പിന്നെ.